സാറിൻ്റെ ഇഷ്ടമോ? എന്തായാലും ഇത്രയും പേര് വന്നല്ലോ കറക്റ്റ്. നമുക്കെന്നാൽ തുടങ്ങാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ 2024 നമ്മുടെ പരീക്ഷകൾ 2024 നടത്തിയ PSC പരീക്ഷകളിൽ ചോദിച്ച നമുക്ക് ബയോളജി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ഡിസ്കസ് ചെയ്യാം. കൂടുതൽ ഈ ബയോളജിയിലെല്ലാം ഈ റിപ്പീറ്റൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത് കേട്ടോ. ഇപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കുറച്ചിട്ടുണ്ട്, ബയോളജിയിലെ ചോദ്യങ്ങൾ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. നേരത്തെ ഒരു 8 എണ്ണം 7 എണ്ണം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4 5 എങ്ങാണ്ടാക്കി കുറച്ചിട്ടുണ്ട്. പുതിയ സിലബസ് മാറിക്കൊണ്ടിരുന്നതുകൊണ്ടേ നമുക്ക് എളുപ്പമായിരുന്നു മാർക്ക് കിട്ടാൻ ഈ ബയോളജിയിലെ. അപ്പോൾ നമുക്ക് ഇന്ന് ഫെബ്രുവരി 2 അല്ലേ? അപ്പോൾ ഫെബ്രുവരി 2, അതെ, ചിലപ്പോൾ സിമ്പിൾ ചിലപ്പം ഹാർഡായിട്ടുള്ളതൊക്കെ വരും. അപ്പം ഫെബ്രുവരി 2 പ്രത്യേകത എന്താ? നമ്മുടെ ബയോളജിയിലും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് ചോദിച്ചതാണ്. അറിയാവോ? വെറ്റ്ലാൻഡ് ഡേ ആണല്ലേ, വെറ്റ്ലാൻഡ് കൺസർവേഷൻ ഡേ ആണ്. അതായത് അതെ, തണ്ണീർത്തട സംരക്ഷണ ദിനമാണിന്ന്. അപ്പം എന്നാണ് ഈ തണ്ണീർത്തട സംരക്ഷണത്തിന് ഈ കൺവെൻഷൻ നടത്തിയത്? എവിടാണെന്നറിയാവോ? അറിയത്തില്ലേ? ആർക്കെങ്കിലും അറിയാവോ? അപ്പം അല്ലല്ല, ആംസ്റ്റർഡാം അല്ല, ഇറാനാണ് കേട്ടോ, ഇറാന്. റാംസാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇറാനിൽ. റാംസാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ചാണ് ഈ കൺവെൻഷൻ നടന്നത്. എന്നാണെന്നറിയാമോ? ഫെബ്രുവരി 2, 1971 നടന്നത് കേട്ടോ. 1977 1971 നടന്നത്. ഇതൊന്നും മറക്കല്ലേ കേട്ടോ, ഇതൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരാം. ഈ പ്രിലിംസ് പരീക്ഷകൾക്കൊക്കെ മിക്കവാറും ചോദിക്കുന്ന ഇതൊക്കെ. അത് ഇറാന് ഫെബ്രുവരി 2, 1971 ഈ കൺവെൻഷൻ നടന്നത്. അപ്പോൾ എന്താണെന്നറിയാവോ? ഈ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കണം എന്നുള്ളൊരു തീരുമാനം ഈ രാജ്യങ്ങളിൽ ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തത് അന്ന്. അപ്പോൾ ആ റാംസാർ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയോണ്ടാണ് റാംസാർ സൈറ്റുകളെന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ എത്ര റാംസാർ സൈറ്റ് ഉണ്ടെന്നറിയാവോ? ഇന്ത്യയിൽ 89 ഉണ്ട്. കറക്റ്റ്. LKG കുട്ടി എന്നാ പേര്, പക്ഷേ ഡിഗ്രിക്കാരൻ്റെ ബുദ്ധി കാണിച്ചല്ലോ. 89 വെറ്റ്ലാൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ടെന്നറിയാവോ? 5 ഉണ്ടോ? 3 എണ്ണേ ഉള്ളൂ കേട്ടോ. അഷ്ടമുടിയുണ്ട്. പിന്നെ ഏതാണുള്ളത് അറിയാവോ? വേമ്പനാടുണ്ട്, വേമ്പനാട് കോൾ. പിന്നെ ഒരെണ്ണം കൂടെ, F ആകൃതിയിലുള്ള ഒരു കായലുണ്ട്. F ആകൃതിയിലുള്ള കായൽ ഏതാണ്? ശുദ്ധജല തടാകം. കായലല്ല, സോറി, ശുദ്ധജല തടാകം കേട്ടോ. ശുദ്ധജല തടാകം. അല്ല, ശാസ്താംകോട്ട കേട്ടോ, ശാസ്താംകോട്ട കായല. ശുദ്ധജല തടാകം കേട്ടോ, അറിയാതെ പറഞ്ഞു പോയ കായലെന്ന്. അപ്പം അഷ്ടമുടി, ശാസ്താംകോട്ട, വേമ്പനാട്, ഈ 3 എണ്ണമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. പിന്നെ ഇന്ന് പുതിയ വെറ്റ്ലാൻഡുകളും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതൊക്കെയാണെന്നറിയാമോ? ശക്കരക്കോട്ടൈ, തമിഴ്നാട്ടിലെ കേട്ടോ. പിന്നെ തീർത്ഥങ്കൽ ബേർഡ് സാങ്ച്വറി, അതും തമിഴ്നാട്ടിൽ തന്നെ. പിന്നെ കെച്ചിയോപാൽറി എന്ന് പറയും, കെച്ചിയോപാൽറി, അത് സിക്കിമിലാണ്. പിന്നെ ഉത്വാ ലേക്ക്, അത് ജാർഖണ്ഡിലെ, അതും പുതിയ ആഡ് ചെയ്തതാ നമ്മുടെ റാംസാർ സൈറ്റിൽ കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വെറ്റ്ലാൻഡ് നമ്മുടെ ബയോളജിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ?
അതെ, ഇപ്പം ലേറ്റസ്റ്റ് CA അത്. അപ്പോൾ ഇതൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ളതായതുകൊണ്ട് ഈ റാംസാർ സൈറ്റുകളെ കുറിച്ചൊക്കെ ചോദിച്ചെന്നും വരാം ഇനിയുള്ള പരീക്ഷകൾക്ക് PSC. അപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞു വന്നത്? റാംസാർ സൈറ്റുകളെ കുറിച്ച്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, നമ്മുടെ ബയോളജിയിൽ എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്? ഈ റാംസാർ സൈറ്റ് അല്ല, വെറ്റ് ലാൻഡുകൾ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ്? പറയാമോ ആരേലും? ആരും ഒന്നും പറയുന്നില്ലേ? നിങ്ങൾക്ക് വോയിസ് ഓൺ അത് തന്നെ, ജീവജാലങ്ങളുടെ സംരക്ഷണം. വോയിസ് ഓൺ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓ, പറ്റുമോ? അല്ല, അങ്ങനെ ആയാലും പറഞ്ഞാൽ മതി കേട്ടോ. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഒന്ന് എൻഗേജിങ് ആവാൻ വേണ്ടിയ ക്ലാസ്. അപ്പം പലതരം സാരമില്ല, ചുമയാണെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെച്ചോ. അപ്പം പലതരം ജന്തു വൈവിധ്യങ്ങളെ പ്രിസർവ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റമാണ് എന്ത്, നമ്മുടെ ഈ വെറ്റ്ലാൻഡുകൾ, തണ്ണീർത്തടങ്ങൾ കേട്ടോ. പലതരം ഈ മത്സ്യങ്ങളും അതുപോലെ ചെറിയ ചെറിയ ജന്തുക്കളും ഒക്കെ ഉള്ളതാണ്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെതിരെ എന്താണ്, ഈ ഫ്ലഡിനെയൊക്കെ തടയാൻ സഹായിക്കുന്നതാണ്. വെള്ളം മൊത്തം ഇതിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്ത് ഇടും. പിന്നെ ഒത്തിരിയും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ ജന്തുക്കളുണ്ട്. ഈ തവളയൊക്കെ ഭയങ്കര ആവശ്യമുള്ളതാണ് നമ്മുടെ പ്രകൃതിയിൽ. ഇപ്പം തവളകളുടെയൊക്കെ എന്താണ്, ഒരു ആവാസ കേന്ദ്രമാണ് ഈ വെറ്റ്ലാൻഡ്. പിന്നെന്താ, പലതരം ചെടികളൊക്കെ ഉണ്ട്. ഈ നമ്മുടെ ചിത്രശലഭങ്ങൾക്കും തേനീച്ചകൾക്കും ഒക്കെ ഇഷ്ടമായ പൂക്കളുള്ള പലതരം ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ മീനുണ്ട്, അതിനെ കഴിക്കുന്ന വലിയ മീനുകളുണ്ട്, വരാല് പോലെയുള്ള. അപ്പോൾ അങ്ങനത്തെയൊക്കെ ജന്തു വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ് ഈ വെറ്റ്ലാൻഡുകൾ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കിനി ഇന്ന് ഫെബ്രുവരി 2 ഇതങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ 2024 ക്വസ്റ്റ്യനുകളിൽ വന്ന ബയോളജി ചോദ്യങ്ങളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി LGSൻ്റെ പരീക്ഷ ആണേ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ബയോളജിയുടെ ചോദ്യം വന്നിരിക്കുന്നത് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണെന്ന്. അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണ്? സംയുക്തമാണേ ചോദിച്ചേക്കുന്നത്. ഏതാണ്? അതെ, കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് അസ്ഥികൾക്ക് അതിൻ്റെ ഹാർഡ്നെസ് കൊടുക്കുന്ന കെമിക്കൽ കോമ്പൗണ്ട്. അപ്പോൾ നമ്മുടെ അസ്ഥികളിൽ, ബോൺസിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാലോ? അയണാണോ? അയണല്ല. നമ്മുടെ എല്ലുകളെ ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അയൺ ഉണ്ട് എവിടാ? നമ്മുടെ അലൂമിനിയം അല്ല, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ രക്തത്തിൽ ഏറ്റവും കൂടുതലുള്ള അയണാണ് കേട്ടോ, ഇരുമ്പാണ്. അതെ, ബ്ലഡിനകത്തുണ്ട് അയണ്. പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാ? കാൽസ്യം കേട്ടോ, കാൽസ്യമാണ്. കാരണം എന്താ, നമ്മുടെ എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കാൽസ്യം വെച്ചിട്ട്. അതുകൊണ്ട് രക്തത്തിലുള്ളതിനേക്കാളും കൂടുതലുണ്ട് എല്ലിനകത്ത് കാൽസ്യം കേട്ടോ. അപ്പം കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? കാൽസ്യം ലോഹമാണ്. കാൽസ്യം ലോഹമാണ് കേട്ടോ. അപ്പോൾ എന്തുവരും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? കാൽസ്യത്തെക്കുറിച്ച് അല്ലേ, എല്ലുകളെക്കുറിച്ച്. അപ്പോൾ അസ്ഥികളെ നിർമ്മിച്ചിരിക്കുന്ന
കോശങ്ങൾ ഏതൊക്കെയാണ്? അസ്ഥികൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങൾ GE സാറോ? അതെന്തോ ജർമേനിയം എന്നാണോ പറഞ്ഞത്? എന്തോ അത്? ഓ, ഗുഡ് ഈവനിങ് ആയിരുന്നോ? ആ, ഓക്കെ ഓക്കെ. അല്ലല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ ജർമ്മനിയം എന്ന് വിചാരിച്ചില്ല. നമ്മൾ ഈ മെറ്റലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നോണ്ട്. അല്ലല്ല, കുഴപ്പമില്ല. ഞങ്ങളിവിടെ ഈ മെറ്റൽസിനെ കുറിച്ച് പറയുമായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാ. അപ്പം നമ്മുടെ ബോൺസ് നിർമ്മിച്ചിരിക്കുന്ന സെല്ല് ഏതാണ്? നമ്മുടെ നേരത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയും. അറിയാവോ? ഓസ്റ്റിയോസൈറ്റ് ആണ് കേട്ടോ. ഓസ്റ്റിയോസൈറ്റും പിന്നെ ഓസ്റ്റിയോബ്ലാസ്റ്റും ആണ്. നമ്മുടെ നേരത്തെ ക്ലാസ് കണ്ടായിരുന്നോ? നേരത്തെ ഇട്ടിരുന്ന ക്ലാസ്സുകൾ. അതെ അതെ അതെ, ബോൺസിനെ കുറിച്ച് പഠിപ്പിച്ചതിന്റെ ക്ലാസ് ഞാൻ പറഞ്ഞതാ. സ്കെൽറ്റൽ സിസ്റ്റം. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ എന്ത് സെൽസ് കൊണ്ടാണ് നമ്മുടെ ബോൺസ് നിർമ്മിച്ചിരിക്കുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓസ്റ്റിയോസൈറ്റും ഓസ്റ്റിയോബ്ലാസ്റ്റുമാണ് നമ്മുടെ എല്ലുകൾ നിർമ്മിച്ചിരിക്കുന്ന കോശങ്ങളുടെ പേര്, അതായത് സെൽസിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ ബോൺസിൻ്റെ ഫങ്ഷൻ എന്താണ്? അറിയാമോ ആർക്കേലും? അതെ, ബോഡി സ്ട്രക്ചർ. അതാണ് മെയിനായിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രക്ചർ കൊടുക്കുക എന്നുള്ളതാണ്. അതെ, ബോഡി സ്ട്രക്ചറും ഷേപ്പും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റിന് ഈ LGS മെയിൻസിന് ചോദിച്ചിരിക്കുന്നത് എന്തുവാ? ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏതാണെന്ന്. ഇരുദിശകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അപ്പ് ആൻഡ് ഡൗണോ സൈഡിലോട്ടോ ഉള്ള മോഷനേ അവിടെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഏതാണെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാക്കണം. ഏത് സന്ധിയിലാണ്? രണ്ട് മോഷൻ മാത്രം. അതെ അതെ, വിജാഗിരി സന്ധിയാണ് കേട്ടോ. വിജാഗിരി സന്ധിയിലാണ് രണ്ട് മൂവ്മെൻറ്റ് മാത്രം സംഭവിക്കുന്നത്. സന്ധികളെക്കുറിച്ചുള്ള പഠനം എന്താണെന്നറിയാവോ? ജോയിൻറ്റുകളെ കുറിച്ചുള്ള പഠനം ആർത്രോളജിയാണ് കേട്ടോ. ഓസ്റ്റിയോളജി അല്ല, അത് എല്ലുകളെ കുറിച്ചുള്ള പഠനമാണ് ഓസ്റ്റിയോളജി. സന്ധികൾ, അതായത് ജോയിൻറ്റുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? ആർത്രോളജിയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാനുള്ളത്, C ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ഏതാണ്? തരുണാസ്ഥി വലയങ്ങൾ. തരുണാസ്ഥി എന്താണ് പറയാവോ? അല്ല, അതല്ല കേട്ടോ. C ആകൃതിയിലുള്ള അതിൻ്റെ ആൻസർ ഞാൻ ആദ്യം പറയാം. അത് നമ്മുടെ ട്രക്കിയാണ്. നമ്മുടെ വിൻഡ് പൈപ്പ് ഇല്ലേ, വിൻഡ് പൈപ്പാണ് കേട്ടോ. അവിടാണ് ഈ വലയങ്ങളായിട്ട് തരുണാസ്ഥി കാണപ്പെടുന്നത്. ബോൺസ് തന്നെയാണ് കേട്ടോ. അത് തരുണാസ്ഥി ഒരു അസ്ഥി തന്നെയാണ്. പക്ഷേ കാൽസ്യത്തിൻ്റെ ഡെപ്പോസിഷൻ അത്രയും വരാത്തതുകൊണ്ടാണ് ഇതിന് കട്ടിയില്ലാതിരിക്കുന്നത്, കാർട്ടിലേജുകൾ. അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് ഫ്ലെക്സിബിളായിട്ട് വരുന്ന ഭാഗങ്ങളിലേ ഇത് കാണത്തുള്ളൂ. എവിടെയൊക്കെയുണ്ട്? നമ്മുടെ മൂക്കിലുണ്ട്, ചെവിയിലുണ്ട്, പിന്നെ ജോയിൻ്റ് ഭാഗത്ത്, മുട്ടിലൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടൊക്കെ പ്രവർത്തിക്കും. നമ്മൾ ഈ കോഴിക്കാലൊക്കെ കടിച്ചു പറിച്ച് തിന്നുമ്പം ആ മുട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു വരത്തില്ലേ, ക്രിസ്പി ആയിട്ട് വരുന്ന ആ ഭാഗം, അത് തന്നെ ചിക്കൻ്റെ ഉള്ളിൽ. ബേഡ്സിന് കൂടുതലും ബോൺസിനേക്കായാലും കാർട്ടിലേജ് ആയിട്ട് ബേഡ്സിൻ്റെ ബോൺസിനെ കുറിച്ച് ഉള്ള പ്രത്യേകത എന്താണ്? അതിന് ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അല്ലാത്ത ഭാഗങ്ങളിലൊക്കെ ഈ കാർട്ടിലേജ് കൊണ്ടുള്ള ഭാഗങ്ങളായിരിക്കും കൂടുതലുള്ള. എന്തിനാ? വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി, പറക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് നോക്കാം. ഇതിനകത്ത് സയൻറ്റിഫിക് നെയിമാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ.
പൂച്ചയുടെ സയൻറ്റിഫിക് നെയിം എന്താണ്? പൂച്ചയുടെ അറിയാവോ? അറിയാവോ ആർക്കെങ്കിലും? ഫെലിസ് കാറ്റസ് എന്നാണ് കേട്ടോ, ഫെലിസ് കാറ്റസ്. നായയുടെയോ? പട്ടിയുടെ അതെ അതെ, കാനിസ് ആണ്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം കൂടെ അറിയാവോ? ജീനസ് ഡൊമസ്റ്റിക്കസ് ആണ് കേട്ടോ, ഡൊമസ്റ്റിക്കസ്. കാരണം അത് നമ്മൾ വളർത്തുക എന്നുള്ള ഇതിന് അങ്ങനെ ഇട്ടതാണ് അതിൻ്റെ ജീനസ് നെയിം, സ്പീഷീസ് നെയിം കേട്ടോ. എന്തോ? കാനിസ് ഡൊമസ്റ്റിക്കസ്. ശരിയാ കേട്ടോ, കാനിസ് തന്നെ. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഹൃദയാറകളുടെ കുറിച്ചാണെന്ന് തോന്നുന്നു കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുക എന്നാണ് അതിനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൃദയങ്ങളെക്കുറിച്ച് പറയാം, ഹൃദയത്തിൻ്റെ ഇത് പറയാം. നമുക്കിപ്പോൾ മനുഷ്യർക്ക്, മാമൽസിനൊക്കെ എത്ര അറകളുണ്ട് ഹൃദയത്തിന്? 4 അറകളുണ്ട് കേട്ടോ, 4 അറകളുണ്ട്. മാമൽസിന് മാത്രമേ ഉള്ളൂ 4 അറകൾ? അല്ലല്ല, ഉരകങ്ങൾക്ക് 4 അറയല്ല, ഉരകങ്ങൾക്ക് 3 അറയാണുള്ളത് കേട്ടോ. നമ്മൾ മാമൽസിനും ഉണ്ട്, അതായത് മുലയൂട്ടുന്ന ജന്തുക്കൾക്കും ഉണ്ട്. പിന്നെ നമ്മുടെ പക്ഷിവർഗങ്ങൾക്ക് 4 അറ തന്നെയാണുള്ളത്. എന്തുകൊണ്ടാണെന്നറിയോ? മുതല, ഉരകങ്ങളിൽ മുതലയ്ക്ക്, അതൊരു എക്സെപ്ഷനാണ് കേട്ടോ, മുതലയ്ക്ക് മാത്രമേ ഉള്ളൂ 4 അറ. അപ്പം നമ്മുടെ നമുക്കും പക്ഷികൾക്കും കൂടുതലായിട്ട് എന്താണ് എനർജി പ്രൊഡ്യൂസ് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് മാമൽസിനും ബേഡ്സിനും ഈ 4 അറയുള്ളത്. മനസ്സിലായി. അത് എക്സെപ്ഷണൽ കേസാണ് കേട്ടോ, റെപ്റ്റൈൽസിൽ എക്സെപ്ഷണലായിട്ടുള്ള ഇതാ മുതലകളുടെ കാര്യം. അപ്പോൾ നമ്മുടെ മത്സ്യങ്ങൾക്ക് എത്ര അറയുണ്ട്? 2 ഉണ്ട് കേട്ടോ. അതേസമയം മണ്ണിരയുണ്ടല്ലോ, നമ്മുടെ മണ്ണിരയ്ക്ക് എത്ര ജോഡി ഹൃദയ അറകളുണ്ടെന്നറിയാമോ? 5 ജോഡിയുണ്ട് കേട്ടോ, 5 ജോഡി അറകളുണ്ട് മണ്ണിരയ്ക്ക്. അത് ചെറിയ എന്താണ് ഈ ഹൃദയം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പാറ്റയ്ക്കൊക്കെ എങ്ങനെയായിരിക്കും? പാറ്റയുടെ ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ സർക്കുലേറ്ററി സിസ്റ്റം? ഓപ്പൺ ആണ്. പക്ഷെ ഇതിന് പാറ്റയ്ക്ക് ഒരു ഹൃദയമേ ഉള്ളൂ കേട്ടോ. ആ രക്തത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് ആ ഹൃദയം. അടുത്ത ചോദിച്ചേക്കുന്ന ഇതാ, സങ്കരയിനം തക്കാളി അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അതൊക്കെ ഇനി നമ്മൾ പഠിച്ചേ പറ്റത്തുള്ളൂ, ഇതിൻ്റെയൊക്കെ പേര്. അത് നമുക്ക് വിടാം. ഹരിത എന്നാണ് അതിൻ്റെ ആൻസർ ഇതിനകത്ത് വന്നേക്കുന്നത്. മുക്തിയൊക്കെ എന്തുവാണെന്നറിയാമോ? മുക്തി അക്ഷയ എന്തുവാ? അക്ഷയ അക്ഷയ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അക്ഷയ എന്താണെന്ന് അതൊന്ന് ഞാൻ നോക്കട്ടെ. വീറ്റാണ് കേട്ടോ അക്ഷയ. അപ്പം അതെല്ലാം ഇനി നമുക്ക് നോക്കണം. ഹരിത എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഹരിത അത് വഴുതനയാണ് കേട്ടോ.
പിന്നെ വഴുതനയുടെ തന്നെ വേറെ ഇനങ്ങൾ അറിയാവോ ആർക്കെങ്കിലും? സൂര്യ, നീലിമ, സുചിത്ര, ഇതെല്ലാം വഴുതനയുടെ വേറെ ഇനങ്ങളാണ് കേട്ടോ. ഈ വിളകളുടെ എല്ലാം ഒന്ന് നോക്കി വെക്കണം, എപ്പോഴാണ് ഇതൊക്കെ ചോദിക്കുന്നതെന്ന് അറിയത്തില്ല. അതെ, ഫുൾ ഗേൾസാണ്. നമ്മുടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അതറിയാവോ? എളുപ്പമാണ്, സ്ഥിരം ചോദിക്കുന്നതായിരുന്നു അത്. അതെ, ജീവിതശൈലി രോഗത്തിനെ കുറിച്ച് അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു പദ്ധതിയാണ്. ആരോഗ്യകിരണമല്ല, പക്ഷെ അതിനകത്ത് ഒരു അമൃതം ആരോഗ്യമാണ് കേട്ടോ. അമൃതം ആരോഗ്യം, മിടുക്കൻ. നയനാമൃതം എന്താണെന്നറിയാമോ? നയനാമൃതം. ഓ, മിടുക്കി. ഓക്കെ. എന്താടാ? ആ, ജീവിതശൈലിയോ? ഓ, ശൈലി ആപ്പ്. ഓ, ഇതിൻ്റെ ഇതിൻ്റെ ആണോ? ഈ അസുഖത്തിൻ്റെ നോക്കാൻ വേണ്ടിയുള്ളതാണോ? ആ, അതെ അതെ അതെ, ആപ്പുണ്ട്. ജനുവരി ഇറക്കിയതാണോ? ജനുവരി. ആ ആ ആ ആ അതെ അതെ, അത് ആ പദ്ധതിയുടെ കീഴിലാണ് ആ ആപ്പ് ഇറക്കിയിരിക്കുന്നത് കേട്ടോ. അമൃത ആരോഗ്യം. എന്തോ? ആ, മിടുക്കിന്ന് അത് ഞാൻ അഫ്നാൻ നേരത്തെ ഒരു ആൻസർ പറഞ്ഞപ്പോൾ ഞാൻ മിടുക്കൻ എന്ന് പറഞ്ഞായിരുന്നു, അപ്പോൾ എന്നെ കറക്റ്റ് ചെയ്തതാ. ശരി ശരി. നമ്മുടെ കണ്ണിൻ്റെ നയനാമൃതമാണ് കേട്ടോ, കണ്ണിൻ്റെ പദ്ധതി. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, അതൊക്കെ ഈ ഓപ്ഷൻ തന്നേക്കോ കേട്ടോ. കുറേ തന്നിട്ടുണ്ട്. ചിക്കൻ പോക്സ്, കോളറ ചിക്കൻ ഗുനിയ, ക്ഷയം ചിക്കൻ പോക്സ്, മന്ത് ചിക്കൻ ഗുനിയ. ഇതിലേതാണ് വായുവിലൂടെ പകരുന്നത്? ചിക്കൻ പോക്സ് പകരും, പിന്നെ ജലദോഷമൊക്കെ പകരും, പിന്നെ ഇൻഫ്ലുവൻസ, ജലദോഷമാണ് അത്. പിന്നെ വസൂരി, മുണ്ടിനീര്, മംസ് ഇല്ലേ, മംസ്. അത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ഇതിനെക്കുറിച്ചായിരുന്നു. മുണ്ടിനീര്, ന്യൂമോണിയ, ഇതൊക്കെ ഇത് ബാക്ടീരിയലാണ്. ഇതെല്ലാം വായുവിൽ കൂടെ തന്നെ പകരുന്നതാണ്. അപ്പോൾ അതൊക്കെ നോക്കാം നമുക്ക്. ഇതുപോലെ ലൈവ് വെക്കാം, ഇതിനെക്കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മൾ ചുമ്മാ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചുമ്മാ നോക്കി പോകുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണെന്നറിയോ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, അതൊന്ന് റെഫർ ചെയ്താൽ പിന്നെ നോക്കിയാൽ മതി. നമ്മുടെ 2024 നടന്ന യൂണിവേഴ്സിറ്റി LGS ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റി LGS മെയിൻ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പം നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഓപ്ഷനും കൂടെ നമ്മളങ്ങ് ഡിസ്കസ് ചെയ്ത് പോവുക. ഇനി സീറോഫ്താൽമിയ എന്താ അസുഖമാണ്? അതെ, വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണല്ലേ. ഏത് വൈറ്റമിനാണ്? വൈറ്റമിൻ എ കേട്ടോ, വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഒരു പേരെന്താ അറിയാവോ? റെറ്റിനോൾ എന്നാണേ കേട്ടോ. റെറ്റിനോൾ എന്നാണ് വൈറ്റമിൻ എയുടെ ശരിക്കുള്ള നാമം. ഇനി ഗ്ലോക്കോമ ശരീരത്തിൻ്റെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? കണ്ണിനാണ്. അപ്പം എന്താണ് ഗ്ലോക്കോമ? എങ്ങനെ വരുന്നത്? പ്രഷർ കൂടിയിട്ട് വരുന്ന അവസ്ഥയാണ് കേട്ടോ. പ്രഷർ കൂടി കാഴ്ചശക്തി നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. അടുത്ത ക്വസ്റ്റ്യന്, വെയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? ഓ, വൈറസ് രോഗമല്ലാത്തത് ഏത്? കുറച്ച് രോഗങ്ങൾ തന്നേക്കും. എലിപ്പനി, ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ഡെങ്കിപ്പനി. ഇതിലേതാ വൈറസ് രോഗമല്ലാത്തത്? എലിപ്പനി, ചിക്കൻ ഗുനിയ, എയ്ഡ്സ്, ഡെങ്കിപ്പനി. അറിയാവോ? ഡെങ്കി അല്ല.
എലിപ്പനിയാണ് കേട്ടോ. എലിപ്പനി എന്തുവായിരുന്നു പകർത്തുന്നേ? നമ്മുടെ ലാസ്റ്റ് ക്ലാസ് അതായിരുന്നു, എലിപ്പനി. ആരെങ്കിലും കണ്ടായിരുന്നോ അത്? അത് എന്തായിരുന്നു അതിൻ്റെ വെക്ടർ? എലികളല്ല, എലികളിൽ ഉള്ള ഒരു എന്താണ്, ഒരു ചെള്ളാണ് കേട്ടോ, ലെപ്റ്റോസ്പൈറോസിസ് എന്നാണ് നമ്മൾ എലിപ്പനിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. എയ്ഡ്സ് ഉണ്ടാക്കുന്ന എന്തുവാ? വൈറസ് ആണോ ബാക്ടീരിയ ആണോ? വൈറസ് ആണ്. ചിക്കൻ ഗുനിയോ? ചിക്കൻ ഗുനി എന്ത് തന്നെയാ? വൈറസാ കേട്ടോ. മറ്റേ നമ്മുടെ ആ പഴയ കഴിഞ്ഞ ക്ലാസ് ഒന്ന് കാണണേ, അസുഖങ്ങളെക്കുറിച്ചുള്ള. അതിനകത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്ടീരിയൽ ഡിസീസും വൈറൽ ഡിസീസും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തതേത്? അമിത രക്തസമ്മർദ്ദം, പക്ഷാഘാതം, ഫാറ്റി ലിവർ, മലേറിയ. ഈസിയാ. മലേറിയയാണ്. മലേറിയ എന്തുകൊണ്ടാണ് വരുന്നേ? ജന്തുജന്യമായിട്ടുള്ള രോഗമാണേ. അതുകൊണ്ട് അത് നമുക്ക് ഈസി ആയിട്ട് അതിനെ അങ്ങ് ഓപ്റ്റ് ഔട്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യന് മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിന് ആയിട്ടുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതി ഏതാണെന്നറിയാവോ? മാനസിക രോഗ വിമുക്തരായവരുടെ പുനരധിവാസത്തിന് ആയിട്ടുള്ള സർക്കാരിൻ്റെ പദ്ധതി സ്നേഹക്കൂട കേട്ടോ. കൂടെന്ന് പറയുന്ന ഒരെണ്ണം ഉണ്ട്, അത് പക്ഷെ എന്തിൻ്റെ ആയിരുന്നു? എൻ്റെ കൂടെന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട്, അത് സ്ത്രീകളുടെ സുരക്ഷയ്ക്കാന്ന് തോന്നുന്നു. കൂടെ എനിക്ക് തോന്നുന്നു പോലീസിൻ്റെ ആയിരുന്നല്ലേ കൂടെ പദ്ധതി. അറിയാമോ ആർക്കെങ്കിലും? അറിയാവുന്നവർ പറയാമോ? കമൻറ്റിൽ പറയാമോ കൂടെ പ്രോഗ്രാം? ആ അതെ, സേഫ്റ്റിക്ക് വേണ്ടിയുള്ള, ചിൽഡ്രൻസിൻ്റെയും എൽഡേഴ്സിൻ്റെയും ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള. എൻ്റെ കൂടെയോ? എൻ്റെ കൂടെ എനിക്ക് അറിയത്തില്ല കേട്ടോ. എൻ്റെ കൂടെ ഇത് എല്ലാം കുറേ പ്രോഗ്രാംസ് ഉണ്ട്, എല്ലാം ഒരുപോലൊക്കെ ഇരിക്കുന്നത്. എനിക്ക് അത് കൂടെ പോലീസിൻ്റെ ആണെന്നറിയാം, കൂടെ അറിയാം, സ്നേഹക്കൂടെ ഇതിൻ്റെ ആണെന്നും അറിയാം. എൻ്റെ കൂടെ അറിയത്തില്ല, അതൊന്ന് ഞാൻ നോക്കിയിട്ട് പറയാവേ. എൻ്റെ കൂടെ ഷെൽട്ടർ ഹോമാ അല്ലേ? ഓക്കെ ആണ് കേട്ടോ അനുപമ, അത് ഷെൽട്ടർ ഹോമാണ്. നിർധനരായ 12 വയസ്സ് വരെ. നിർധനരായ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും 12 വയസ്സ് വരെ. ഓക്കെ, അതുകൊണ്ട് ഞാനും അതിപ്പോൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത രാജ്യം? അല്ല, സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ, സൗത്ത് ആഫ്രിക്ക. പക്ഷേ ഒമിക്രോൺ ആദ്യമായിട്ട് ഇന്ത്യയിൽ എവിടെ സ്ഥിരീകരിച്ചേ? അല്ല, കർണാടക കേട്ടോ. കൊറോണയല്ല ചോദിച്ചത്. നമ്മുടെ കേരളത്തിലെ ജില്ല ഏതാണ്? ഇതെല്ലാം കൊറോണയുടെ കാര്യമാണ് പറയുന്നതെന്ന് തോന്നല്ലോ. പത്തനംതിട്ടാന്ന്, കർണാടക. ഒമിക്രോണ് സ്ഥിരീകരിച്ച കേരളത്തിലെ ജില്ല എറണാകുളമാണ് കേട്ടോ, പത്തനംതിട്ടയല്ല.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശ്വാസകോശ രോഗം അല്ലാത്തത് തിരഞ്ഞെടുക്കാനാണ് തന്നേക്കുന്നത്. അപ്പോൾ ആസ്മ, എംഫിസീമ, നെഫ്രറ്റിസ്, ബ്രോങ്കറ്റിസ്. എളുപ്പമോ? ആസ്മ, എംഫിസീമ, നെഫ്രറ്റിസ്, ബ്രോങ്കറ്റിസ് ഏതാണ്? എംഫിസീമയല്ല. എംഫിസീമ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാ എങ്ങനെ വരുന്നതാണ്. അമിതമായിട്ടുള്ള സിഗരറ്റ് വലി കാരണം വരുന്ന അസുഖമാണ്. ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞേക്കുന്ന ആസ്മ, അത് നമ്മുടെ ശ്വാസകോശ സംബന്ധം തന്നെയാണെന്ന് അറിയാവേ. പിന്നെ എംഫിസീമയും ഇപ്പോൾ ഞാൻ പറഞ്ഞു. ബ്രോങ്കറ്റിസ് നമുക്കറിയാം, ശ്വാസകോശ സംബന്ധമാണ്. അതിനകത്ത് ആകെയുള്ള നെഫ്രറ്റിസ്. നെഫ്രോൺ എന്ന് പറയുന്നത് എന്താണ്? നെഫ്രോണ് നെഫ്രോൺ എന്താണ്? നെഫ്രോണ് ഏത് കോശമാണെന്നറിയാം? നെഫ്രോണ് നമ്മുടെ വൃക്കകൾ നിർമ്മിച്ചിരിക്കുന്ന കോശം. അതിനകത്തെ ഫിൽറ്ററിങ് യൂണിറ്റ് ആണ് നെഫ്രോണുകൾ കേട്ടോ. ആ നെഫ്രോൺ നശിക്കുന്നതാണ് ഈ നെഫ്രറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? മാതൃജ്യോതി. കറക്റ്റ് കേട്ടോ, ഒരു പോയിന്റ് കിട്ടിയപ്പോൾ. മാതൃജ്യോതി. അപ്പം 2 വർഷം വരെ 2000 രൂപ വെച്ച് അവർക്ക് കൊടുക്കും കേട്ടോ. അതുപോലെ തന്നെ ഈ പ്രസവം കഴിഞ്ഞിട്ട് ഈ അമ്മയും കുഞ്ഞിനെയും കൂടെ വീട്ടിലേക്ക് സൗജന്യമായിട്ട് യാത്ര, അത് ഏത് പദ്ധതിയാണെന്നറിയാവോ? അതെ, മാതൃയാന കേട്ടോ, മാതൃയാന. നമ്മൾ ഈ പദ്ധതികൾ പഠിക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഓരോന്നും ഓരോ വകുപ്പാണ്. സാമൂഹ്യനീതി വകുപ്പ് ചിലപ്പോൾ പോലീസിൻ്റെ ആകാം, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ആകാം. അങ്ങനെ പല ഇതുണ്ട്. സെയിം നെയിം വരും. അത് നമുക്ക് കൺഫ്യൂഷൻ വരും ഇതെല്ലാം കൂടെ. പിന്നെ കുറേ ഭാഗ്യം കൂടാ. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുന്നിൽ ഇരിക്കുമ്പോൾ ആ സമയത്ത് നമ്മുടെ ഒരു ഭാഗ്യം കൂടാ ഇത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ലിവർ. അതെ, പക്ഷെ അത് ഗ്ലാൻഡ് അല്ലേ. അല്ലാതെ ഒന്ന് പറയാമോ? സ്കിന്നാ കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം സ്കിന്നാ. ലിവർ ഏതാ? നമ്മുടെ ഗ്ലാൻഡാ. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചാൽ എന്താണ്? കരള, ലിവറാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏതാണ്? ഉമിനീർ ഗ്രന്ഥി അറിയാവോ? പേരറിയാവോ? ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയുടെ പേര് പരോട്ടിഡ് എന്നാണ് കേട്ടോ. പരോട്ടിഡ് ഗ്ലാൻഡ് എന്നാണ് പേര്. നമ്മുടെ കഴുത്തിൻ്റെ ഈ സൈഡിലായിട്ട്, ഈ കഴുത്തുമായിട്ട് ചേരുന്നിടത്ത്, താടിയിൽ നിന്ന് കഴുത്തിലോട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചാൽ ആ ഒരു ഭാഗത്തായിട്ടിരിക്കും ഇത്. ഇവിടെ എന്ത് പിടിക്കുന്നത്, ഏത് രോഗം പിടിക്കുന്നതാണെന്നറിയാം ഇവിടെ ഈ ഗ്ലാൻഡിൽ? മംസ് പിടിക്കുന്ന ആ ഭാഗത്താണ് കേട്ടോ. മുണ്ടിനീര്. ആണിരോഗം ഉണ്ടാകുന്ന എന്ത് കാരണമാ? ഫംഗസ്, ബാക്ടീരിയ, പ്രോട്ടോസോവ, വൈറസ്. അറിയാവോ? ഫംഗസാ കേട്ടോ. ഫംഗസ് കാരണമാണ് ആണിരോഗം ഉണ്ടാകുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഏതാണ്? ഇനാമലാണ് കേട്ടോ. കറക്റ്റ്, ഇനാമലാണ്. മോണയിലെ കുഴികളിൽ പല്ലിനെ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കല ഏതാണ്? സിമെൻ്റാണ് കേട്ടോ. സിമെൻ്റ്. അത് എളുപ്പമല്ലേ ഓർക്കാൻ? സിമെൻ്റ് ഉറപ്പിച്ച് നിർത്തുന്നത് സിമെൻ്റ്. അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ പല്ലിലെ ജീവനുള്ള ഭാഗം ഏതാണ്? ജീവനുള്ള ഭാഗം ഡെൻറ്റൈൻ ആണ് കേട്ടോ. ഡെൻറ്റൈൻ ആണ്. അതിൻ്റെ താഴെ എന്ത്? പൾപ്പി ക്യാവിറ്റി എന്ന് പറയും. അവിടാണ് ഇപ്പോൾ പറഞ്ഞ രക്തക്കുഴലും നാഡികളും നെർവുകളും ഒക്കെ ഉള്ളത്. അത്രയും ഭാഗത്ത് ഈ പല്ല് നശിച്ച് ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ എന്തെങ്കിലുമൊക്കെ കുടിക്കുമ്പോഴുമൊക്കെ ഒരുമാതിരി ഫീലിംഗ് ആയിരിക്കും. തണുക്കുന്ന പോലൊക്കെ തോന്നും.
നടക്കുന്ന പോലല്ല, ഒരു വേദന തന്നെ, കാരണം നെർവ് എൻഡിങ് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ സ്റ്റിറോയിഡ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഏതാണ്? അറിയാവോ സ്റ്റിറോയിഡ് ഹോർമോണ്? ഡി കേട്ടോ, വൈറ്റമിനാണ് കേട്ടോ, വൈറ്റമിനാണ് ചോദിച്ചതേ. സ്റ്റിറോയിഡ് വൈറ്റമിന് അത് ഡി കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, കേരളത്തിലെ അവിവാഹിതരായ അമ്മമാരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? സ്നേഹസ്പർശോ, കറക്റ്റ്. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഈ പ്രവർത്തനം നടത്തുന്ന മനുഷ്യ ശരീരത്തിലെ ഏതൊക്കെ കോശങ്ങളാണ് ഉള്ളത്? നമ്മുടെ WBCകളാണ് കേട്ടോ. WBCയിൽ വരുന്ന 2 കോശങ്ങളാണ്. ഏതൊക്കെയാണെന്നറിയാവോ? മോണോസൈറ്റും ന്യൂട്രോഫിലും കേട്ടോ, മോണോസൈറ്റും ന്യൂട്രോഫിലും. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ള അമ്ലമഴയ്ക്ക് കാരണമായ വാതകം ഏതാണ്? അത് നമ്മുടെ ഇതിനകത്ത് വരുന്നില്ല കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വന്ന് ഞാനങ്ങ് വായിച്ചതാ. സൾഫർ ഡയോക്സൈഡാണ് കേട്ടോ. അതെ, മോണോസൈറ്റും ന്യൂട്രോഫിലുമാണ്. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം വെജാണോ നോൺ വെജ് ആയിരിക്കുമോ? ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം എന്നാ. അപ്പോൾ വെജാണോ നോൺ വെജ് ആയിരിക്കുമോ? നോൺ വെജാ കേട്ടോ. കാരണം എന്താ, ആദ്യത്തെ പ്രൊഡ്യൂസേഴ്സ് ഏതാണ്? പ്ലാന്റുകളാണ്. പ്ലാന്റുകളെ കഴിക്കുന്ന ഉപഭോക്താവ് ഏതാ? ഹെർബിവോർ ആയാലേ പറ്റത്തുള്ളൂ. അതും കഴിഞ്ഞ് സെക്കൻഡറി കൺസ്യൂമർ ആണ് എന്ത്? നമ്മുടെ മാംസഭോജികൾ. ഇനി ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാ? ഡി ആണ് കേട്ടോ, വൈറ്റമിൻ ഡി. പല്ലിൻ്റെ വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഒരു ജീവകമാണ് ഏത്? അല്ലല്ല, ജീവകം ആണ് ചോദിച്ചത്. അപ്പോൾ വൈറ്റമിൻ ഡി തന്നെ കേട്ടോ. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? കോമ്പല്ലോ? കോമ്പല്ലല്ല, ചർമ്മണം. ഏറ്റവും വിസ്ഡം ടീത്ത് എന്ന് പറയും കേട്ടോ, ചർവണ. നമ്മുടെ ഡെൻ്റൽ ഫോർമുല എന്താണെന്നറിയോ? ഡെൻ്റൽ ഫോർമുല എത്രയാണ്? 42-24? അയ്യോ, അങ്ങനെയൊക്കെയുള്ള ജന്തുക്കളൊക്കെ ഉണ്ടോ? ഈ ഡെൻ്റൽ ഫോർമുല പറയുന്നത് എങ്ങനെയാണെന്നറിയാവോ? നമ്മുടെ ഡെൻ്റൽ ഫോർമുല 2123 ആണ് കേട്ടോ, 2123. അതെ, 42-24 എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എവിടെ ഇരിക്കും? അതെങ്ങനെയാണെന്നറിയോ? നമ്മുടെ വായിലെ ഒരു ഭാഗം, ക്വാർട്ടർ ഭാഗത്തിലെ എണ്ണമായി പറയുന്നത്. അതായത് മുന്നിൽ നിന്ന് നമുക്ക് പകുത്തെടുക്കാം ഒരു സൈഡിലോട്ട്. അപ്പോൾ 2 ഇൻസിസേഴ്സ് വരും, ഒരെണ്ണം കനൈൻ വരും. അതാ ഒന്ന് പറഞ്ഞേക്കുന്നത്. അടുത്ത 2 പ്രീമോളാറാ. പിന്നെ 3 ഉള്ളത് ഏതാ? മോളാറാ, ചർവണകവ കേട്ടോ. അങ്ങനെയാ പറഞ്ഞേക്കുന്നത്. അപ്പം മൊത്തം ടോട്ടൽ അപ്പോൾ എത്ര പല്ലുകൾ വരും? 32 പല്ല്. ആ 42-24 എന്തി? അയ്യോ, അതൊക്കെ ആണെങ്കിൽ അപ്പോൾ എത്ര പല്ല് വരും അത് വെച്ച്? അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് കൊതുകുകളാണ്?
ഈഡിസ് ആണ് കേട്ടോ, ഈഡിസ് കൊതുകുകളാണ്. രക്തക്കുഴലിനെ കുറിച്ചുള്ള പഠനം എന്താണ്? ആൻജിയോളജിയാണ് കേട്ടോ, ആൻജിയോളജി. നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്തെന്നൊക്കെ പറയത്തില്ലേ? ആ, ചോദിച്ചു ശ്രീലക്ഷ്മി, എന്താണ്? കൈ കൊണ്ടയാന്നോ? ആ, അതെ അതെ. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാകുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ്? അല്ല, വൈറ്റമിൻ ഡി അല്ല, വൈറ്റമിൻ കെ ആണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ കെ അടങ്ങിയ ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാ? കോളിഫ്ലവർ, മുട്ട, മാംസം, ഇതിലെല്ലാം ഉണ്ട്. മത്സ്യം, ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. ഹീമോഫീലിയ എന്ത് അസുഖമാണ്? ഹീമോഫീലിയ രക്തം കട്ട പിടിക്കാൻ ബ്ലഡ് ക്ലോട്ട് ആവാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ. ഹീമോഫീലിയ ഡേ എന്നാണ്? ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 കേട്ടോ, ഏപ്രിൽ 17. നമ്മുടെ 2025 ഇനി ഉള്ള പരീക്ഷയ്ക്ക് നോക്കി വെച്ചു. 2025 ലോക ഹീമോഫീലിയ ഡേയുടെ തീം എന്താണ്? തീം ആക്സസ് ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് ബ്ലീഡ് ടു, അങ്ങനെയാണ് കേട്ടോ. ആക്സസ് ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ് ബ്ലീഡ് ടു എന്നാണ് ഇത്തവണത്തെ ഹീമോഫീലിയ ഡേയുടെ തീം. ഈ വൈറ്റമിൻ കെയിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽ ഏതാണ്? പ്രോത്രോംബിനാണ് കേട്ടോ, പ്രോത്രോംബിൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗവേദ ക്ഷയം, മലേറിയ, കോളറ, ചിക്കൻ ബോക്സ് ഏതാണ്? കോളറയാണ് കേട്ടോ. അത് നമുക്ക് ഓർത്തിരിക്കാനൊരു കോഡുണ്ട്. LDC പരീക്ഷ താജ് ഹോട്ടലിൽ നിന്ന് ഓർത്ത് വെച്ചാൽ മതി. ലെപ്റ്റോസ്പൈറോസിസ്, വെള്ളത്തിൽ കൂടെ പകരുന്ന രോഗങ്ങളാണേ. ലെപ്റ്റോസ്പൈറോസിസ്. ഡി എന്തുവാ? ഡിസെൻട്രി, വയറിളക്കം. സി കോളറ. പി പോളിയോ. ടി ടൈഫോയിഡ്. പിന്നെ താജ് TAA അമീബിയോസിസ്. അമീബിയോസിസ് ഈ ഇടയ്ക്ക് വന്ന അസുഖമാണ്, അറിയാലോ. തലച്ചോറ്, മസ്തിഷ്ക ജ്വരം. പിന്നെ ജെ ജോണ്ടിസ്, മഞ്ഞപ്പിത്തം കേട്ടോ. പിന്നെ H ഹെപ്പറ്റൈറ്റിസ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. കണ്ണിൻ്റെ ഏത് ഭാഗമാണ് മാറ്റി വയ്ക്കുന്നത്? കോർണിയ കേട്ടോ, കോർണിയ. ഉത്തേജക മരുന്നിൻ്റെ ഉപയോഗം മൂലം കായിക താരങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ ഏത്? മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത. ഏതാണെന്നറിയാമോ? എല്ലാം ഉണ്ട് കേട്ടോ. മുഖക്കുരു, മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ, ആക്രമണോത്സുകത കൂടും കേട്ടോ, ഇതെല്ലാം ഉണ്ട്. ഇത് ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണെന്നറിയാം? LGS ആയ 2024 ആദ്യം നടത്തിയ പരീക്ഷ കേട്ടോ. അതിനകത്ത് വന്നേക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. അനിയന്ത്രിത കോശവളർച്ച ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ്? ബയോളജി എല്ലാത്തിൽ നിന്നും വരും, അതുകൊണ്ട് ഞാൻ തുടങ്ങിയെന്നേ ഉള്ളൂ ഇതിൽ നിന്ന് കേട്ടോ. നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡിഗ്രി ലെവലിലുള്ള ക്യാൻസർ കേട്ടോ. നമ്മുടെ പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കല ഏതാണ്? പേശികളെ അസ്ഥിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് യോജകകല, ടെൻഡനാണ് കേട്ടോ. സ്നായുക്കൾ എന്ന് പറയും, ടെൻഡൻസ് എന്ന് പറയും കേട്ടോ ഇംഗ്ലീഷിൽ. സ്നായുക്കൾ. നമ്മുടെ LDC പരീക്ഷയിലെയാണ് കേട്ടോ, 503 2024 LDC പരീക്ഷയിലെയാണ്. ട്രിവാൻഡ്രത്തിൻ്റെ ക്വസ്റ്റ്യനിൽ നിന്നുള്ളതാണ് ഇത്, ഇപ്പോൾ ഈ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അതിനകത്തെയാണ്. അതൊക്കെ നിങ്ങൾ നോക്കി കാണുമല്ലോ ചിലപ്പം. വർക്കൗട്ട് ചെയ്യുന്നില്ലേ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ?
അങ്ങനെ ചെയ്യണം കേട്ടോ. എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം വർക്കൗട്ട് ചെയ്ത് പോകണം. അതേ ക്വസ്റ്റ്യനൊക്കെ തന്നെയാണ് തിരിച്ചും മറിച്ചും ഒക്കെ ഈ വരുന്നത്. എന്നാൽ പൂർണ്ണമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റത്തില്ല. ഇപ്പോഴത്തെ പരീക്ഷയിൽ പുതിയ 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 കാര്യങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന മൊത്തം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് എന്ത്? അത് എംപോക്സിനെ കുറിച്ചൊക്കെ വരും. കമ്മ്യൂണിറ്റി റിസർവ് കേട്ടോ. നമ്മുടെയും കൂടെ പങ്കാളിത്തത്തോടെ കുറേ ജന്തുക്കളെയൊക്കെ ഇങ്ങനെ കൺസർവ് ചെയ്യാനുള്ള പരിപാടിയാണ് കമ്മ്യൂണിറ്റി റിസർവ്. ദ്രാവകാവസ്ഥയിലുള്ള യോജനകലയ്ക്ക് ഉദാഹരണം ഏതാ? ബ്ലഡാണ് കേട്ടോ. മനുഷ്യ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? കരളാണ് കേട്ടോ, ലിവറാണ്. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലം ഉണ്ടാകുന്ന അവസ്ഥ. സൊമാറ്റോട്രോപ്പിൻ എന്തോ ഗ്രോത്ത് ഹോർമോണാണ് കേട്ടോ. എന്തവസ്ഥയാണ് ഉണ്ടാകുന്നേ? ഗ്രോത്ത് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ ഭീമാകാരത്വം, ആക്രോമെഗലി. പിന്നെന്താണ്? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഏതാ? ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് എൻസൈമാണ് ഈ അണുക്കളെ നശിപ്പിക്കുന്നത്? ലൈസോസൈമാണ് കേട്ടോ. ടയാലിന് ഓക്കെ. ഇതിൻ്റെയാണ് പറഞ്ഞല്ലേ, ഞാൻ ഇതിൻ്റെ ആൻസറാണെന്ന് വിചാരിച്ചു. ഇനി അടുത്തത്, പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി. എളുപ്പമാണ്, മിഠായി. ഇനി അടുത്ത നമുക്ക് ഈ വർഷം നടന്ന, ഈ വർഷമല്ല കഴിഞ്ഞ 2024 നടന്ന കോഴിക്കോട് കോട്ടയം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. LDയുടെ നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്ക് സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്ത്? ശലഭം കേട്ടോ, ശലഭം. കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം എന്താണ്? ധമനികളിൽ ഈ കൊഴുപ്പടിഞ്ഞു കൂടി ഉണ്ടാകുന്ന അസുഖം എന്തുവാ? ഹൃദയാഘാതം കേട്ടോ. അഥീറോസ്ക്ലറോസിസ് എന്നും പറയും നമ്മൾ. അഥീറോസ്ക്ലറോസിസ്. മന്തുരോഗം ഉണ്ടാക്കുന്ന വിരകൾ ഏതാണ്? ഫൈലേറിയൻ വേംസ് ആണ് കേട്ടോ, ഫൈലേറിയൻ വേം. സ്കർവി എന്തിൻ്റെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത്? സ്കർവി സി ആണ് കേട്ടോ. എവിടെയാണ് വരുന്നത്? മോണയിലാണേ. അപ്പോൾ അടുത്ത നമുക്ക് LDC എറണാകുളത്തിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. അതിനകത്ത് ഇനി ബയോളജികൾ ഏതൊക്കെയാണ്? മനുഷ്യ മസ്തിഷ്ക കുറേ വലിയ ഇതാ നമ്മുടെ ബ്രെയിനിനെ കുറിച്ചുള്ള, ബ്രെയിനിൻ്റെ പാർട്സിൻ്റെ ഫങ്ഷനാണ് തന്നേക്കുന്നത്. സെറിബെല്ലം എന്തോ ചെയ്യുന്നേ? സെറിബെല്ലം എന്തോ ചെയ്യുന്നത്? സെറിബെല്ലം അതെ, കൺട്രോളും ബാലൻസും ഒക്കെ, നമ്മുടെ ബാലൻസും കോർഡിനേഷനും അല്ല സെറിബെല്ലം ചെയ്യുന്നത്. സെറിബ്രമോ? സെറിബ്രം എന്തോ ചെയ്യുന്നത്? നമ്മുടെ എല്ലാ മെമ്മറിയും നമ്മുടെ ഇൻ്റലിജൻസും തിങ്കിങ്ങും ടെമ്പറേച്ചർ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന സെറിബ്രമാണേ. നമ്മുടെ ബ്രെയിനിലെ ലാർജസ്റ്റ് പാർട്ടും സെറിബ്രമാണ്. പിന്നെ മെഡില്ല ഒബ്ലാങ്കട്ട, അതിൻ്റെ ഫങ്ഷൻ എന്തുവാ? നമ്മുടെ ഇൻവോളണ്ടറി ആക്ഷനായിട്ടുള്ള എന്തൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? ശ്വാസം,
പിന്നെ ഹൃദയമിടിപ്പ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒബ്ലാങ്കട്ടയാണേ. ഹൈപ്പോതലാമസ് ചെയ്യുന്നതോ? ഇത് മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു കേട്ടോ. ഹൈപ്പോതലാമസ് എന്താണ്? ഹൈപ്പോതലാമസ് നമ്മുടെ ഹീമോസ്റ്റാസിസ്, ആന്തരിക സമസ്ഥിതി പരിപാലനമാണ് ചെയ്യുന്നത് കേട്ടോ. എത്ര മണി? 8:30 നിർത്തണോ? നിർത്തിയേക്കാം ഇല്ലയോ? 1 മണിക്കൂറാവുമല്ലോ. പിന്നെ പുകവലി മൂലം ശ്വാസകോശത്തെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ശ്വാസകോശ ക്യാൻസർ, ബ്രോൺകൈറ്റിസ്, എംഫിസീമ, ബ്ലഡ് പ്രഷർ. ഏതാ? ബ്ലഡ് പ്രഷറാണ് കേട്ടോ, അതുമായിട്ട് ബന്ധമുള്ളതല്ല. പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക്സ് നിർണ്ണയിക്കുന്നതിനും ചികിത്സ ലഭിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? മുമ്പേയും പറഞ്ഞ നയനാമൃതമാണേ, നയനാമൃതം. ക്യാൻസറിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രൗണ്ട് ജീൻ തെറാപ്പി ആരംഭിച്ച എവിടെയാണ്? IIT ബോംബെ ആണ് കേട്ടോ, IIT ബോംബെ. നമുക്ക് ഇനി LDC പാലക്കാടിൻ്റെ നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ. അതിനകത്ത് ഇനി ബയോളജി ഏതാണ്? നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ സംഭവിക്കുന്ന അസുഖം ഏതാണ്? ഡോപ്പമിൻ്റെ കുറവ്, മസ്തിഷ്കത്തിലെ ഡോപ്പമിൻ്റെ കുറവ് മൂലം വരുന്ന അസുഖം ഏതാണ്? ആസ്മ. എന്തിൻ്റെ? ഓ, നേരത്തെ തന്നെ പറഞ്ഞാണോ? അതല്ലായിരുന്നു ഉത്തരം. ശ്വാസകോശത്തിന് വരാത്ത അസുഖം ഏതാണെന്നാണ് ചോദിച്ചത്. ഇപ്പം നമ്മൾ പറഞ്ഞതിൻ്റെ ഉത്തരം പാർക്കിൻസൺസ് കേട്ടോ. ശരീരത്തിന് അൺകൺട്രോളബിൾ ആയിട്ടുള്ള വിറയലൊക്കെ വരുന്ന അസുഖമാണ് എന്ത്? പാർക്കിൻസൺസ്. പിന്നെ DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് റേച്ചൽ കാൾസൺ എഴുതിയ പുസ്തകം ഏതാണ്? അത് റിപ്പീറ്റ് അടിക്കുന്ന ക്വസ്റ്റ്യൻ കേട്ടോ ഇതൊക്കെ. സൈലന്റ് സ്പ്രിങ് കേട്ടോ, സൈലന്റ് സ്പ്രിങ്. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ്. ഇത് കണ്ടോ, LDക്ക് തന്നെ എത്ര റിപ്പീറ്റ് വന്നെന്ന് കണ്ടോ? ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇതിനകത്തും വന്നിട്ടുള്ളത്. മോണോസൈറ്റ് ന്യൂട്രോഫില് നമ്മളിപ്പോൾ പറഞ്ഞതാ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി. താലോലമല്ല, സ്നേഹപൂർവ്വമാണ് കേട്ടോ. സ്നേഹപൂർവ്വ. താലോലം എന്തുവായിരുന്നു? ധനസഹായമാണ്. പക്ഷേ ക്രോണിക്ക് എനിക്ക് തോന്നുന്നു ജന്മന വലിയ അസുഖമുള്ള കുട്ടികൾക്ക് 18 വയസ്സിന് താഴെയുള്ള അതുവരെയും കിട്ടും അത്, ആ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഉള്ളത് ഇനി LDC പാലക്കാടിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനകത്തൊക്കെ 5 എണ്ണമേ ഉള്ളൂ കേട്ടോ. ഇതിനകത്തൊക്കെ 5 എണ്ണമൊക്കെ ഉള്ളൂ ബയോളജി ചോദിച്ചേക്കുന്നത്. കൃത്യമായ പ്രജനന കാലഘട്ടമുള്ള ജീവികളിൽ ലൈംഗിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹോർമോണ് മെലാറ്റോണിനാണ് കേട്ടോ. CR റിലേറ്റഡ് ഞാൻ എടുക്കാം. ഇതിപ്പം ഞാനൊന്ന് ചുമ്മാ നോക്കിയതാ ലൈവ് ഗൂഗിൾ മീറ്റിലേ. പഴയ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. നമ്മുടെ മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? എല്ലാവരും പെട്ടെന്ന് ആൻസർ അങ്ങ് കറപ്പിക്കും ഇതൊക്കെ കാണുമ്പോൾ. CCTയോ? CT സ്കാനാന്ന് പറഞ്ഞേ? EEG ആണ് കേട്ടോ, EEG ആണ്.
എൻസെഫലോഗ്രാം. പെട്ടെന്ന് നമ്മൾ ആദ്യത്തെ ഈ ECG കാണുമ്പോൾ എടുത്ത് എഴുതി വെക്കും. ചിലപ്പം നമ്മൾ തെറ്റിപ്പോവും നമുക്ക്. എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതാ. നമ്മൾ ഈ ആവേശം കയറി ചെയ്യും. അത് നമ്മൾ പെട്ടെന്ന് തെറ്റിപ്പോവും. നമ്മൾ എന്നിട്ടായിരിക്കും നമ്മൾ അയ്യോ തെറ്റിപ്പോയല്ലോ, ഇതിൻ്റെ ആൻസർ അവിടെ കറപ്പിക്കാതെ കിടക്കുകയും ചെയ്യും. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. ടൈപ്പ് 2 പ്രമേഹത്തിന് കാരണം എന്തുവാ? ടൈപ്പ് 2 പ്രമേഹം എന്തുവാ? ഇൻസുലിൻ ഇല്ലാത്തതാണ് ടൈപ്പ് 2 പ്രമേഹം കേട്ടോ. പക്ഷെ ടൈപ്പ് 1 എന്ന് പറയുന്നത് എന്താ? ഇൻസുലിന് ജന്മനാൽ അവർക്ക് ആ കുട്ടികൾക്ക് ജന്മനാ അത് നിർമ്മിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ ജീവിതകാലം മൊത്തം ഇൻസുലിൻ എടുത്തുകൊണ്ടിരുന്നാലേ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ഡയബറ്റീസ് 2 എന്ന് പറയുന്നത് എന്തുവാ? ഡയബറ്റീസ് മെലിറ്റസ് ആണ് കേട്ടോ. ഡയബറ്റീസ് മെലിറ്റസ് എന്നാണ് ഇനി പറയുന്നത്. കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഓസ്റ്റിയോപോറോസിസ്, പെലിഗ്ര, ബെറിബറി നിശാന്തത. ഏതാ? എളുപ്പമാ. ഓസ്റ്റിയോപോറോസിസ് ആണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്? അതെ, മഴക്കാടുകൾ, ആമസോൺ മഴക്കാടുകളാണ്. ഏത് തരം കൊഴുപ്പാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? പൂരിതമാണോ അപൂരിതമാണോ? കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ? HDL ആണ് കേട്ടോ. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ് നല്ലത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അതെ, കഴിഞ്ഞ ക്ലാസ്സാ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? അയോർട്ടയാണ് കേട്ടോ, അയോർട്ട. ഡെങ്കിപ്പനി പരത്തുന്ന ഏത് കൊതുകുകളാണ്? ഈഡിസ് ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 2-3 തവണ ഇപ്പോൾ പറഞ്ഞു. ഇതെല്ലാം റിപ്പീറ്റ് വരുന്ന ഏതെല്ലാം. അപ്പോൾ ഈ കൊതുകുകൾ പരത്തുന്ന രോഗങ്ങളെല്ലാം നോക്കി വെച്ചാൽ നല്ലതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജനീവയാണ് കേട്ടോ, സ്വിറ്റ്സർലൻഡ്, ജനീവ. അടുത്ത LDC മലപ്പുറമാണ്. ഇതിനകത്ത് ഇച്ചിരി വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് തോന്നുന്നു. മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ആവരണം? മയാലിൻ അല്ല. മയാലിൻ എന്തിനെ പൊതിയുന്നതാ? പെരിക്കാർഡിയോ കേട്ടോ. മയാലിൻ എന്തിനെ പൊതിയുന്നതാ? മൈലിൻ ഷീത്ത്. മൈലിൻ ഷീത്ത് നമ്മുടെ നെർവുകളെ പൊതിയുന്ന സാധനമാണ് കേട്ടോ. നാഡികളെ പൊതിയുന്നതാ, ന്യൂറോണിനെ. പെരിക്കാർഡിയോ ആണ് ഹൃദയത്തിനെ പൊതിയുന്നത്. നിപ്പ ഉണ്ടാക്കുന്നത് എന്ത് രോഗമാണ്? വൈറസ്, ബാക്ടീരിയ? ഏതാണ്? വൈറസാ. ഇനി ഇതൊന്ന് പറഞ്ഞേ. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണമല്ലാത്ത ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്. ഓക്സിജനാണ് അല്ലാത്തത്. മാരക രോഗം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കാൻ സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാ? മുമ്പേ പറഞ്ഞതാ, എല്ലാവരും മുമ്പേ പറഞ്ഞതാണ്. മറന്നുപോയോ എല്ലാവരും? അല്ലല്ല, ആരോഗ്യകരണമല്ല, താലോലം കേട്ടോ. മാരക രോഗങ്ങളെ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സ കൊടുക്കുന്ന പദ്ധതിയാണ് താലോലം. അവിടെ അത് തിരിച്ചും മറിച്ച് കണ്ടോ, ആ ഓപ്ഷനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പിന്നെയും മറിച്ചും തിരിച്ചും ചോദിക്കുന്നത്. നമ്മൾ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ അല്ല, അല്ലാതെ ബാക്കി സൈഡിൽ കൊടുത്തേക്കുന്നത് ബിയും സിയും ഡിയും ഒക്കെ കൊടുത്തേക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെ തന്നെ ഈ ക്വസ്റ്റ്യൻ പിന്നെയും വരുന്നത്. അതെ. ഇതൊന്ന് പറഞ്ഞേ.
ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ന്യൂട്രോഫിൽ, ത്രോംബോസൈറ്റ്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റ് അല്ല. ന്യൂട്രോഫിലും മോണോസൈറ്റും ലിംഫോസൈറ്റും എല്ലാം എന്താണ്? ഈ WBC വരുന്നതാ. ത്രോംബോസൈറ്റ് ആണ് അല്ലാത്തത് കേട്ടോ. നമ്മുടെ LDCയിലെ എല്ലാം ഇപ്പം നമ്മൾ നോക്കി കേട്ടോ. ഈ 2024 നടന്ന LDCയിലെ എല്ലാ ബയോളജിയും കവർ ചെയ്തു. പക്ഷെ കണ്ടോ എത്ര എണ്ണം റിപ്പീറ്റ് തന്നെ ഉണ്ടായിരുന്നു? ക്രോംപോസൈറ്റോ? ത്രോംബോസൈറ്റ് ആണോ? ആ അത് കുഴപ്പമില്ല. അപ്പം നമുക്കിനി കറണ്ട് അഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള നോക്കാം നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ കേട്ടോ. ഇതിപ്പോൾ ചുമ്മാ ടെസ്റ്റ് ചെയ്തതാ. എല്ലാവരും ഇതുപോലെ നോക്കണം കേട്ടോ. നമ്മുടെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ എല്ലാം നോക്കണം. ഫുള്ള് ചുമ്മാ ഇടയ്ക്കൊക്കെ ഇരിക്കുമ്പോഴേ. സൺഡേയിൽ നോക്കാം, സൺഡേയിൽ വെക്കാം. അല്ലാതെ ക്ലാസ്സുകൾ ഞാൻ ഇടുന്നുണ്ടല്ലോ. നമ്മുടെ സിലബസ് കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇനിയിപ്പം പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കേ ഉള്ളൂ ഇനി കവർ ചെയ്യാനുള്ള. പിന്നെ ഇത് ജീവകങ്ങളുടെ ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപര്യാപ്തത രോഗങ്ങളെക്കുറിച്ച് ഇട്ടിട്ടില്ല. അതും ഇനി ഇടുന്നുണ്ട് കേട്ടോ. എല്ലാ ക്ലാസ്സും ലൈവ് വേണോ? നോക്കാം. എല്ലാവരും ഒന്നും കാണത്തില്ല. ഞാനിപ്പോൾ ലൈവ് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ 1-2 പേരൊക്കെ, നേരത്തെ ഇതുപോലെ ലൈവ് വെച്ച സമയത്ത് 2 പേരൊക്കെ വന്നിട്ടുള്ളായിരുന്നു. നമുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഇതുപോലെ ക്വസ്റ്റ്യനും ഒക്കെ ഡിസ്കസ് ചെയ്യാം എന്നിട്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും പോയി ഇതുവരെ പഠിച്ചത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് വായിച്ച് വിട്ടേരെ, മറക്കണ്ട ഇനി. ഇതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ എത്ര ചെയ്ത് പഠിച്ചാലും മറന്നു പോകും. അപ്പോൾ ശരി, എന്നാൽ ക്ലാസ് തീർത്തട്ടെ. ഓക്കെ, താങ്ക് യു. എന്നാൽ ഗുഡ് നൈറ്റ്.